ഹായ് മക്കളെ, +2 റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചാപ്റ്റർ രണ്ടും ഒരുമിച്ച് പഠിക്കുന്നു, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ റിട്ടയർമെന്റും ഡെത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് നോക്കിയാലോ. വാ, അതായത് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പാർട്ട്ണർ ഫേമിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന സിറ്റുവേഷനാണ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡെത്ത് എന്ന് പറഞ്ഞാലോ അതന്നെ, മരണപ്പെട്ടു പോകും അല്ലേ. ഇത് രണ്ടും തമ്മിലുള്ള ബേസിക്കലി അക്കൗണ്ടിങ്ങിലെ വ്യത്യാസം എന്താണ്? സിമ്പിളാണ്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഡ്യൂ എമൗണ്ട്, വിച്ച് മീൻസ് അദ്ദേഹത്തിന് എത്രയാണോ പേ ചെയ്യേണ്ടതായിട്ടുള്ളത് റിട്ടയർ ചെയ്യുന്ന സമയത്ത്, ആ എമൗണ്ട് അദ്ദേഹത്തിന് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ക്യാഷ് ആയിട്ട് നൽകുകയോ ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സിമ്പിളി, നിങ്ങളാണ് ബിസിനസ്സിലെ പാർട്ട്ണറാണ് അല്ലേ, നിങ്ങൾ റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് തരാനുള്ള പണം നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ അക്കൗണ്ടായിട്ട് കാണിക്കുന്നു. സിമ്പിൾ. ഓക്കെ. എന്നാൽ ഡെത്ത് ആണെങ്കിലോ, കിട്ടിയോ? ഡെത്ത് ആണെങ്കിൽ ഒരു പാർട്ട്ണർ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് കൊടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതിന് നമ്മൾ എന്ത് വിളിക്കും? എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് വിളിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ. സോ ഒരു പാർട്ട്ണർ ഫേമിൽ മരണപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ?